ഷിരൂരിലെ ദൗത്യത്തിൽ വീണ്ടും ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. വെള്ളത്തിനടിയിലേക്ക് വളരെ ആഴത്തിൽ പോയിട്ടും കൂടുതൽ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമെന്ന് ഈശ്വർ മാൽപ്പയും നാവികസേന അംഗങ്ങളും വിശദീകരിക്കുന്നു. വലിയ തോതിൽ മണ്ണ്, കല്ല്, ചെളിയൊക്കെ അടിഞ്ഞ് അതിൻ്റെ ജലത്തിൻ്റെ താഴെ അടിയിൽ അത് ഏതാണ്ട് ഒരു കോൺക്രീറ്റ് പോലെ അതിങ്ങനെ ഉറച്ചു കിടക്കുകയാണ്. അത് മാറ്റണമെങ്കിൽ ഡ്രഡ്ജർ തന്നെ കൊണ്ടുവരണം. ഡ്രഡ്ജർ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ മുതൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഏതാണ്ട് 9:34 ഈശ്വർ മാൽപ്പെ ആദ്യ ഡൈവിന് ഇറങ്ങുന്നത്. അതിനുശേഷം തുടർച്ചയായി ഏതാണ്ട് 9-10 തവണ അദ്ദേഹം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി. ഓരോ തവണയും എന്തെങ്കിലും ഒന്ന് വലിയ തോതിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി. രണ്ടാമത്തെ ഡൈവ് 10:29. ഇതിനിടയിൽ ഒരു ലോഹഭാഗം, ഒരു ട്രക്കിൻ്റേതെന്ന് തോന്നാവുന്ന ലോഹഭാഗം ലഭിച്ചു. പക്ഷേ അത് അർജുൻ ഓടിച്ച വാഹനത്തിൻ്റേതല്ല എന്നും അത് ഒരുപക്ഷെ അവിടുത്തെ ഒരു ടാങ്കർ പോയിരുന്നു, അതിൻ്റേതാണ് എന്ന് ഏതാണ്ട് ഒരു നിഗമനത്തിൽ എത്തുകയും ചെയ്തു. 10:45 വീണ്ടും ഈശ്വർ മാൽപ്പെ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾ അവിടെ നിലയുറപ്പിക്കുന്നു. പക്ഷേ ആ ഘട്ടത്തിലും നിർണായകമായ ഒരു വിവരം ആ മൂന്നാം ഡൈവിലും കിട്ടിയില്ല. ഇതിനിടയിൽ NDRFൻ്റെ സംഘാംഗങ്ങൾ അവിടേക്ക് എത്തുന്നു. അല്പസമയത്തിന് കഴിഞ്ഞതിന് പിന്നാലെ നാവികസേനയുടെ ബോട്ടുകൾ അവിടെ വരുന്നു. ഏതാണ്ട് 11-12 വീണ്ടും ഈശ്വർ മാൽപ്പെ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നു. 11:40 ഏതാണ്ട് ഒരു 7 മിനിറ്റിലധികം നീണ്ട ഒരു ഡൈവ് ഈശ്വർ മാൽപ്പെ നടത്തുന്നുണ്ട്. സമാന്തരമായി ഒരു സി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്ക് നമ്മളുടെ ആകെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവിടെ നാവികസേനയും ഈശ്വർ മാൽപ്പയും ഏതാണ്ട് ഒരേപോലെ അവിടെ വിവിധ ഭാഗങ്ങളിലായി ആ സി സ്പോട്ടിലേക്ക് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ചില സൂചനകൾ ലഭിച്ച ഭാഗമാണ് അവിടേക്ക് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ അവിടെ തുടർച്ചയായി നാവികസേനയും ഈശ്വർ മാൽപ്പയും പലതവണ മുങ്ങിയെങ്കിലും എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 12 മണിക്ക് ശേഷം 12:06 കൂടി ഏതാണ്ട് ഒരു 3 മിനിറ്റിലധികം നീണ്ട ഒരു ഡൈവ് ആ ഭാഗത്ത് ഈശ്വർ മാൽപ്പെ നടത്തുന്നുണ്ട്. 12:30 മുമ്പ് 12:21 എട്ടാമതൊരു തവണ കൂടി അത് എനിക്ക് തോന്നുന്നു കുറെ കൂടി തീരത്തോടടുത്ത് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ മൺകൂമ്പാരത്തിന് സമീപമാണ്. അവിടെ NDRFൻ്റെ തെരച്ചിലും അവിടെ നടന്നിരുന്നു. നാവികസേന ഇതേ സമയം ആ സി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സ്പോട്ടിലും അതിൻ്റെ പരിസരങ്ങളിലുമായി 2-3 തവണ അവരുടെ വിദഗ്ധരും പുഴയിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്തി. പക്ഷേ രണ്ട് കൂട്ടർക്കും എന്ന് വെച്ചാൽ ടീം മാൽപ്പയ്ക്കോ നേവിക്കോ എന്തെങ്കിലും പുതുതായി കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഒരു പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ട്രക്കിൻ്റെതെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ള സംശയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് നാവികസേനയുടെ തെരച്ചിലാണ് ഇത്തരത്തിലൊരു നിർണായക വിവരം ലഭിച്ചത് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതിന് അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? അരുൺ പൂപ്പറമ്പയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ട്രക്കിൻ്റേതെന്ന് കരുതുന്ന ഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അത് ഈ നാവികസേനയുടെ തെരച്ചിലാണ് അത്തരത്തിലൊരു ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. നേരത്തെ രണ്ടാമത്തെ ഡൈവിൽ ഒരു ലോഹഭാഗം കണ്ടെത്തിയിരുന്നെങ്കിലും അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് പിന്നീട് പോകുന്നത് നമ്മൾ കണ്ടു. ഇത് അർജുൻ്റെ ട്രക്കിൻ്റേതെന്ന് കരുതുന്ന ലോഹഭാഗങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. എന്താണ് അത് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടതാണ് ദൗത്യസംഘം. ഈ ഘട്ടത്തിൽ അങ്ങനെ ചില സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് അറിയണം. അത് അരുൺ പൂപ്പറമ്പ് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ, ഇപ്പോൾ എത്തി നിൽക്കുന്ന നിഗമനങ്ങൾ, ഈ പുതിയ ലോഹഭാഗം കണ്ടെത്തിയ സാഹചര്യം, അത് ഏത് പോയിന്റിൽ നിന്ന് എന്നുള്ള കാര്യമൊക്കെ വിശദീകരിക്കും. അത് നാവികസേന ഔദ്യോഗികമായി അറിയിച്ചതാണോ എന്നുള്ള വിവരമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഒരു നിർണായകമായ ഒന്നും കണ്ടെത്താൻ 5 മണിക്കൂർ നീണ്ട തെരച്ചിൽ കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ. ഇതാണ് നമ്മൾ വാഹനത്തിൻ്റേത് എന്ന് സംശയിക്കുന്ന ചില ഭാഗങ്ങൾ നാവികസേനയുടെ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ലോറി ഉടമ മനാഫിന് അല്പസമയത്തിനകം അതിലൊരു സ്ഥിരീകരണം നടത്താൻ കഴിയുമെന്ന് കരുതുന്നു. ഈ നാവികസേന ഉച്ചയ്ക്ക് ശേഷം നടത്തിയ തെരച്ചിലാണ് ഇത്രയും ലോഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. നമുക്ക് ഉറപ്പില്ല അത് ട്രക്കിൻ്റേതാണോ, അത് അർജുൻ ഓടിച്ച ട്രക്കിൻ്റേതാണോ എന്നും നമുക്ക് ഉറപ്പില്ല. ഇത്രയും വസ്തുക്കൾ അവരുടെ തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോഴത് ഇനി ഇത് പരിശോധിച്ച് ഇത് ആ വാഹനത്തിൻ്റേത് തന്നെയാണോ എന്നുറപ്പിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ലോറി ഉടമയ്ക്ക് അതിന് കഴിയുമായിരിക്കും. ഇത് ഏതു ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്, ആ ഭാഗത്ത് വീണ്ടും നാവികസേന തെരച്ചിൽ നടത്തുന്നുണ്ടോ എന്നത് നോക്കണം. ഇന്നലെ വീൽ ജാക്കി കണ്ടെത്തിയ ഭാഗത്തായിരുന്നു ഇന്നത്തെ തെരച്ചിൽ കൂടുതൽ കേന്ദ്രീകരിച്ച്. അതിന് സമീപത്തായി
എണ്ണപ്പാട ജലോപരിതലത്തിൽ കണ്ടിരുന്നു. അത് ഈ വാഹനത്തിൻ്റെതാണോ, അതിൽ നിന്നും ഇന്ധനം ചോർന്നതാണോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയം ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും അവിടെ നിന്ന് രാവിലത്തെ തെരച്ചിലിൽ കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ ചില ലോഹഭാഗങ്ങൾ, ഒരു വാഹനത്തിൻ്റെതെന്ന് വേണമെങ്കിൽ തോന്നാവുന്ന ചില ലോഹഭാഗങ്ങൾ അവിടെ നിന്ന് ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ വാഹനത്തിൻ്റെതാണോ എന്ന് ഉറപ്പിക്കണം. ആ ദൃശ്യങ്ങളാണിത്. അല്പസമയം മുമ്പാണ് നാവികസേനയ്ക്ക് ഇത്രയും വിവരങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞത്. നേരത്തെ അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇതിൽ ഇപ്പോൾ ചില വിവരങ്ങൾ വരുന്നത് ഈ ലോഹഭാഗങ്ങൾ അവിടെ നിന്ന് നാവികസേന കണ്ടെത്തി എന്നുള്ളതാണ്. അത് ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒരു പക്ഷേ ലോറി ഉടമയ്ക്ക് പറ്റുമായിരിക്കും, അല്ലേ? അതൊരു നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ തന്നെയാണ് നേവിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നാവികസേനയുടെ തെരച്ചിലിലെ വിവരം നിലവിൽ ഇപ്പോൾ അത് അവർ കൈമാറിയിട്ടുണ്ട്. അത് അവർ ഔദ്യോഗികമായി തന്നെ പങ്കുവെക്കുന്നുമുണ്ട്. നിലവിൽ ഇപ്പോൾ ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മെറ്റൽ സ്ട്രിപ്പ് എന്നാണ് അവർ നേവി തന്നെ അതിൽ കൃത്യമായി പങ്കുവെക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നിലവിൽ അത് വളരെ നിർണായകമാണ്. ഇന്നത്തെ തെരച്ചിലിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് നമുക്ക് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അത് ഈ ലോറിയുമായി ബന്ധപ്പെട്ട ലോറി ഉടമക്കും ആ ലോറിയെ സംബന്ധിച്ച് അറിയുന്ന കൂടുതൽ ആൾക്കാർക്കുമാണ് അതുമായി ബന്ധപ്പെട്ട കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിയുക. നിലവിൽ നേവിയുടെ അവർ വിവിധ സ്പോട്ടുകളിലായി നടത്തിയ തെരച്ചിലാണ്. കൃത്യം ഏത് സ്പോട്ടിൽ നിന്നാണ് അത് കണ്ടെത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ നേവി തന്നെ അത് ഔദ്യോഗികമായി പങ്കുവെക്കുന്നുണ്ട്. അവർ ഇന്ന് നടത്തിയ തെരച്ചിലിൽ അവർക്ക് ഈ ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു മെറ്റൽ ഭാഗം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ ഔദ്യോഗികമായി തന്നെ പങ്കുവെക്കുകയാണ്. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. അവർ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കൂർ കൂടി തെരച്ചിൽ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അതായത് ഈ ഉച്ചവരെയുള്ള പാതി ദിനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നിലവിൽ ഈ ട്രക്കിൻ്റെ ഭാഗമെന്ന് സംശയിക്കുന്ന ഈ മെറ്റൽ കണ്ടന്റ് കണ്ടെത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രക്കിൻ്റെ ഉടമ, അതോടൊപ്പം തന്നെ ആ ട്രക്കിനെ സംബന്ധിച്ച് അറിയുന്ന അവർ ആണ് ഇത് സ്ഥിരീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ളവരെ നിലവിൽ തന്നെ ഇവിടുന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊരു നിർണായകമായിട്ടുള്ള വിവരമാണ് വിജയകുമാർ ഈ ഘട്ടത്തിൽ എന്തായാലും നേവി പങ്കുവെക്കുന്നത്. ഇന്നൊരു പക്ഷേ ദൗത്യം ഒരു പ്രതിസന്ധിയിലാണ് എന്ന ഒരു ഘട്ടം, അതായത് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അതോടൊപ്പം കാർവാർ MLA ഉൾപ്പെടെ പറഞ്ഞ ഒരു സാഹചര്യം നമുക്കറിയാം. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു നിർണായകമായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. നേവി തന്നെ അത് ഔദ്യോഗികമായി പങ്കുവെക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണം അത് ഈ ട്രക്കിൻ്റെ തന്നെയാണോ എന്ന തരത്തിലുള്ള സ്ഥിരീകരണം എന്തായാലും പുറത്തു വരും. നിലവിൽ എപ്പോൾ എന്തായാലും നേവി അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്. അതവർ നിലവിൽ അത് കൃത്യമായി ഇതിൻ്റെ ഒരു കോണ്ടാക്ട് പോയിന്റിൽ, കൺട്രോൾ പോയിന്റിൽ നിലവിൽ ആ വിവരം കൈമാറിയിട്ടുണ്ട് എന്നത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ഉച്ച സമയത്ത് ഇതിപ്പോ ഏത് ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത് എന്നതിന്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയതിന്റെ സമീപത്ത് തന്നെയാണോ ഈ ലോഹഭാഗവും കണ്ടെത്തിയത്? ആ മേഖലയിൽ എണ്ണ ജലോപരിതലത്തിൽ പടർന്നിട്ടുണ്ട്, ഇന്ധനത്തിന്റെ അംശമാണെന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രാവിലെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് അടുത്തടുത്ത പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നേവിയും ഈശ്വർ മാൽപ്പ ഉൾപ്പെടുന്ന സംഘം അവർ അവസാനമായി അല്ലെങ്കിൽ ഈ നിലവിൽ ഇപ്പോൾ ഈ ഉച്ച സമയത്ത് തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിന് ഒരു 2 മണിക്കൂർ നേരം അവർ ഒറ്റൊരു പോയിന്റിലാണ് അവർ തെരച്ചിൽ നടത്തിയത്. അത് നിലവിൽ ഇപ്പോൾ നിലവിൽ ഇന്നലെ കണ്ടെത്തിയിട്ടുള്ള ലോറിയുടെ ഒരു ഭാഗം അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് വെച്ച് തന്നെയാണ് അവർ പരിശോധന നടത്തിയത്. ഏറെ സമയം അവിടെ അവർ ആ പോയിന്റിൽ, ആ സ്പോട്ടിൽ അവർ പരിശോധന നടത്തി. ഒരു പക്ഷേ അവിടെ നിന്നായിരിക്കും ഇത് കണ്ടെത്താനുള്ള സാധ്യത കൂടുതൽ. മറ്റ് സ്പോട്ടുകൾ, അതായത് നേരത്തെ നടത്തിയ സ്പോട്ടുകളിൽ, രാവിലെ നടത്തിയ സ്പോട്ടുകളിൽ നിന്ന് അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരം നേരത്തെ തന്നെ ഇവിടെ പങ്കുവച്ചിരുന്നു. അതായത് ആ വിവരം കൈമാറിയിരുന്നതാണ്. അവസാന നിമിഷങ്ങൾ, അതായത് നിലവിൽ ഇപ്പോൾ ഉച്ചവരെയുള്ള തെരച്ചിൽ അവസാനിക്കുന്നതിന് മുമ്പ് അവർ തെരച്ചിൽ നടത്തിയിരുന്നത് ഈ കരയോട് ചേർന്ന ഭാഗത്ത്, അതായത് നേരത്തെ ഈ ചായക്കട ഉണ്ടായിരുന്ന ആ കരയോട് ചേർന്ന ഭാഗത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടി പോയാൽ നമുക്ക് നേവിയുടെ ഒരു സംഘം ഇപ്പോഴും അവിടെ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം, അത് തത്സമയ ദൃശ്യങ്ങൾ കാണാം. നേവിയുടെ ഒരു സംഘം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് അവരുടെ 2 സംഘവും നിലവിൽ തെരച്ചിൽ നടത്തിയത്.
അതായത് കരയോട് ചേർന്ന ഒരു ഭാഗമാണത്. കരയോട് ചേർന്ന് ഇന്നലെ നിലവിലിപ്പോൾ ഈ വീൽ ജാക്ക് ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള ആ ഭാഗമാണ്. അവർ ഏറെ നേരം അവിടെയാണ് ഈ രണ്ട് മുങ്ങൽ വിദഗ്ധർ 2 ഘട്ടങ്ങളായി ഒക്കെ തെരച്ചിൽ നടത്തിയത്. സ്വാഭാവികമായും അവിടുന്നാണോ ഇത് കണ്ടെത്തിയതെന്ന് സംബന്ധിച്ച് നേവി അതിലൊരു കുറച്ചുകൂടി വ്യക്തത തരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് നിലവിൽ നാവികസേന ഔദ്യോഗികമായി തന്നെ പങ്കുവെക്കുന്നത്. അത് ട്രക്കിൻ്റെതാണ് എന്ന് സംശയിക്കുന്ന ഒരു മെറ്റൽ ഭാഗം കണ്ടെത്തിയെന്ന് ഔദ്യോഗികമായി അവർ ആ വിവരം പങ്കുവെക്കുകയാണ്. നിലവിലിപ്പോൾ നമുക്ക് ലോറി ഉടമ മനാഫിനെ ഉൾപ്പെടെ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകണമെങ്കിൽ ഈ ട്രക്കിനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ അവർ ഇതിനൊരു സ്ഥിരീകരണം തരണം. അവർ അത് നേരിട്ട് കണ്ട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് നമുക്ക് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നടപടി കൂടി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ തെരച്ചിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു നിർണായകമായിട്ടുള്ളൊരു വിവരം നേവി തന്നെ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഈ ട്രക്കിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ വഴിത്തിരിവാകും ഈ ദൗത്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥർ മനാഫിനെ ഉൾപ്പെടെ ബന്ധപ്പെടുന്നുണ്ട് എന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അതൊരു നിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ് വിജയകുമാർ. നിലവിൽ ഇപ്പോൾ നേവി ഔദ്യോഗികമായി അത് പങ്കുവെക്കുന്നുമുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ്, ആ പുതുതായി കണ്ടെത്തിയിരിക്കുന്ന ലോഹഭാഗത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അർജുന്റെ ലോറിയുടെ ഭാഗങ്ങളാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഒരുപക്ഷെ ലോറിയുടെ മനാഫിനൊക്കെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായി കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും, ആധികാരികമായ കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോഴും നേവിയുടെ സംഘം അവിടെ തുടരുന്നുണ്ട്. ട്രക്കിൻ്റേത് എന്ന് കരുതുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ട്രക്കിൻ്റേതാണോ അർജുൻ്റെ ട്രക്കിൻ്റേത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള വിവരവും നമുക്കില്ല. പക്ഷേ ഈ ഇങ്ങനെ ഒന്നും കിട്ടാതെ തിരയുന്നതിനിടയിൽ ഈ കണ്ടെത്തൽ, അത് ഈ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോഹഭാഗങ്ങൾ, അത് പ്രധാനമാണ്, അത് നിർണായകവുമാണ്.